ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ വാർണിംഗ് സ്ട്രൈക്കിനെ കുറിച്ചാണ്. കുറേ പേർക്ക് ഈ സ്ട്രൈക്ക് വന്നിട്ടുണ്ടാകാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ട്രൈക്ക് കാണാൻ സാധിക്കും. എന്താണ് വാർണിംഗ് സ്ട്രൈക്ക്, അതുപോലെ ഇത് എങ്ങനെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് നിങ്ങളുടെ ചാനലിൽ 3 സ്ട്രൈക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകുമെന്നത്. എന്നാൽ റീസെൻ്റായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം 4 സ്ട്രൈക്ക് വരുമ്പോഴാണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകുന്നത്. അതായത് വാർണിംഗ് സ്ട്രൈക്ക് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ അടുത്ത 3 സ്ട്രൈക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ആകും. അപ്പോൾ ആദ്യം നമ്മുടെ ചാനലിലേക്ക് ലഭിക്കുന്ന സ്ട്രൈക്കിനെയാണ് വാർണിംഗ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. യൂട്യൂബ് ഇതിന് പ്രത്യേകമായി ആക്ഷൻ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതായത് യൂട്യൂബ് ഇത് ക്ഷമിച്ചുകൊണ്ട് ഒരു വാർണിംഗിൽ ഈ ഒരു സ്ട്രൈക്കിനെ നിലനിർത്തുകയാണ് ചെയ്യാറ്. അതിനാൽ തന്നെ വാർണിംഗ് സ്ട്രൈക്കിനെ സ്ട്രൈക്ക് കൗണ്ടിൽ ഉൾപ്പെടുത്തുകയില്ല. ഒരു പുതിയ യൂട്യൂബർക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ കുറിച്ചോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ചൊന്നും കൂടുതലായി അറിയണമെന്നില്ല. അതിനാൽ തന്നെ തെറ്റായ വീഡിയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വീഡിയോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് യൂട്യൂബ് പലർക്കും തെറ്റുപറ്റിയാലും ആദ്യത്തെ സ്ട്രൈക്കിനെ വാർണിംഗ് സ്ട്രൈക്കായി നിലനിർത്തുന്നത്. എന്നാൽ വാർണിംഗ് സ്ട്രൈക്ക് ഒറ്റ തവണ മാത്രമാണ് നൽകുക. അതിനുശേഷം എന്തെങ്കിലും വയലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ട്രൈക്ക് കൗണ്ടിൽ ഉൾപ്പെടുത്തുകയും അതിനെ 1ാമത്തെ സ്ട്രൈക്കായി കണക്കാക്കുകയും ചെയ്യും. എങ്ങനെയാണ് വാർണിംഗ് സ്ട്രൈക്ക് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ YT സ്റ്റുഡിയോയിൽ പോവുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഫ്രണ്ട് പേജിൽ കാണുന്നതാണ് വാർണിംഗ് സ്ട്രൈക്ക്. ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും സ്ട്രൈക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നാൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ വാർണിംഗ് സ്ട്രൈക്ക് നമുക്ക് നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് എപ്പോഴും നമ്മൾ മറ്റൊരു തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. വാർണിംഗ് സ്ട്രൈക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.